അങ്ങനെ ബിഗ് ബോസ് വരുന്നു ഗൈസ്. ഈ ചാനൽ ചത്ത് കിടക്കായിരുന്നു. ഞാൻ എന്ത് ഇടണം എന്ത് കാട്ടണം ഒരു ഐഡിയ ഇല്ല. കാരണം ബിഗ് ബോസ് എന്നാലല്ലേ എന്തെങ്കിലും കച്ചറൊക്കെ ഉണ്ടാവാൻ പറ്റുള്ളൂ. ആടെ കച്ചറ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാലോ. ഒരു ഫണ്ണാണ് അല്ലേ, എത്രയേ ഉള്ളൂ. കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഫുൾ അടിയായിരിക്കണം. എന്തുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാവും, എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നും, ചിലപ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും, ചിലപ്പോൾ നമുക്ക് ഇവനെന്താണ് പറയുന്നത് അങ്ങനെ കൺഫ്യൂസ് ആവും. പല രീതിയിലായിരിക്കും ബിഗ് ബോസിന്റെ സംഭവങ്ങൾ നമുക്ക് തോന്നുക. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാവും. കോമഡി തന്നെ ഇനി അവിടെ വന്നിട്ട് ആ ഒരു ടൈമിൽ മാത്രമല്ല, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അടിയായിരിക്കും, ഫുൾ അടി. ബിഗ് ബോസിലുള്ളവർ മാത്രം അടിയെന്ന് വിചാരിക്കും, പക്ഷെ അല്ല, ഈ റിവ്യൂ ചെയ്യുന്നവർ തമ്മിൽ അപ്പുറത്തും ഇപ്പുറത്തും അടിയായിരിക്കും. ഞാനാണ് ഫസ്റ്റ്, ഉണ്ണേട്ടം ഫസ്റ്റ്, ഞാനാണ് അത് ചെയ്തത്, ഇജിന്നെ കോപ്പി ചെയ്യാണ്, ഈ എന്തിനാ പിന്നെന്ന് കുത്തത്, അങ്ങനെ പറഞ്ഞിട്ട് അത് തമ്മിൽ അടി. നിന്റെ ചാനൽ ബിഗ് ബോസ് കാരണം വളരണേ പറ്റേ. നിങ്ങളെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കിടില വീഡിയോസ് ഇടാം. പിന്നെ നമുക്ക് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ലോഗോയിലേക്ക് കിടക്കാം. ലോഗോ നല്ല രസമുണ്ട് കേട്ടോ. ആ 7 ഇട്ടിട്ട് സംഭവം കൊള്ളാം. ലോഗോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാറാണ്. പിന്നെ വന്ന പാട് ഞാനായിട്ട് കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട് പ്രോമോന്റെ ഇടയിൽ. ഇതിൽ വെറുതെ കിടന്ന് ഇങ്ങനെ കരയാൻ പറ്റൂല, ഇനി സേഫ് ആയിട്ട് അവിടെ ഒളിച്ചിരിക്കാണ് അത് പറ്റൂല, സോപ്പ് ഇടാൻ നടക്കൂല മോനെ. പിന്നെയാണെങ്കിൽ അവിടെ കിടന്ന് നന്മയോളി. പക്ഷെ ഇതൊന്നും ഇല്ലാതെ എന്ത് ബിഗ് ബോസ്, ഈ അഭിനയങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയായിരിക്കില്ലേ? ഞാൻ എന്നെ കൺഫ്യൂസ്ഡ് ആയി. സീരിയസ്ലി ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാട്ടാ ബിഗ് ബോസ്? നിങ്ങൾ പറയും എന്തേക്കും അപ്പൊ ബിഗ് ബോസിൽ? അതൊക്കെ പോട്ടെ. ഇനി ബലൂൺ പൊട്ടിക്കല് കുപ്പി പൊട്ടിക്കല് ഇങ്ങനത്തെ ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു. വാഴകൾ അവിടെ സമ്മതിക്കൂലെന്ന്, തീരെ സമ്മതിക്കൂലെന്ന്. ഇതൊന്നും ഇല്ലാത്ത ബിഗ് ബോസ് എങ്ങനെടാ? എനിക്കറിയിട്ടോ എങ്ങനെ ഉണ്ടാവും എന്നുള്ള എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. പിന്നെ ഇതിലാണെങ്കിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കുറെ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്കതൊന്നും ഗസ് ചെയ്യാൻ എനിക്ക് ആരുമില്ല. എനിക്ക് പറഞ്ഞുതരാം, ഞാൻ ഇവിടെ മറ്റേ റിവ്യൂലൊക്കെ ഓരോന്നിലൊക്കെ കാണും, ഓവരുണ്ട്. പക്ഷേ രേണു സുദ്ധിയും പിന്നെ മറ്റേ ശാരിക ഒരു രണ്ടാളുണ്ട് എന്ന് പറയുമ്പോൾ അഭി മജ ആയക മുലു ഒരു കിടില അടിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് പൊരിക്കും അല്ലേ, അടിപൊളിയായിക്കില്ലേ? ഒരു എമ്മിൽ അടി ഉണ്ടാവും. ഇത് കാണും ഏത് മൂട്. ഇതൊക്കെ ആയിരിക്കും മിക്കതും നടക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു അടി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ കരച്ചിലുണ്ടാവും. കരച്ചിൽ ഇനി റിയൽ കരച്ചിലായിരിക്കും എന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു അഭിനയം ഉണ്ടാവും. അവരൊക്കെ വേഗം തട്ടുന്നൊക്കെ പറയുന്നത്. എന്തൊക്കെ നടക്കുന്നുള്ള അറിയില്ല. പിന്നെ കിട്ടുന്ന ടാസ്ക്, എന്ത് ടാസ്ക് എന്തായിരിക്കും ഇപ്പൊ കൊടുക്കല്ലേ? ആയിരിക്കറിയാം. നമുക്ക് നോക്കാം എന്തൊക്കെ നടക്കുന്നുള്ളത്. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന മാക്സിമം. സോ യു ഗൈസ് വാച്ചിങ് അഡോണീസ്. അപ്പോൾ ഓക്കെ ബൈ.